ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ പമ്പ് സൈഡിൽ നിന്ന് ഇമ്പല്ലർ ഇളക്കിയെടുക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് ഈ പമ്പ് സൈഡിൽ സാധാരണ വരുന്നത് ഇതുപോലെ സൈഡിൽ 2 സ്ക്രൂ ഉണ്ടാവും. ഇത് നോർമലായിട്ട് വരുന്ന ലോക്കൽ ടൈപ്പ് പമ്പുകളെല്ലാം ഇതേ മെത്തേഡിലാണ് വരുന്നത്. പിന്നെ കമ്പനി ഐറ്റത്തിൽ മാത്രം ചില ടെക്സ്മോ, CRI, കിർലോസ്കർ ഇങ്ങനെ ചില മോഡലുകളിൽ മാത്രമാണ് വ്യത്യാസമായ രീതിയിൽ വരുന്നത്. അത് പിന്നീട് ഏതെങ്കിലും വർക്ക് വരുമ്പോൾ അത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ ഈ സൈഡിൽ വരുന്ന സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിലെയും ബോട്ടത്തിലെയും കാസ്റ്റ് ആൻഡ് പീസ് സാധാരണ ഡയറക്ഷനിലുള്ള നോർമൽ ഡയറക്ഷനിലുള്ള ത്രെഡ് ഉപയോഗിച്ചാണ് ഈ പൈപ്പിനുള്ളിൽ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പൈപ്പ് റേഞ്ചോ വൈസോ ഒക്കെ ഉപയോഗിച്ച് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാസ്റ്റ് ആൻഡ് പീസ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. കാരണം ഇതേ സൈസിലുള്ള പീസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓർഡർ ചെയ്ത് തന്നെ വരുത്തേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ കാലം ഉപയോഗിക്കാതെ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ടൈറ്റ് ഉണ്ടാകും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറ്റിയ ഉടൻ തന്നെയാണ് ഇളക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇളകി വരും. അപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലുള്ള പമ്പൊക്കെ പൊളിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് കയറ്റി ഉടൻ തന്നെ പൊളിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇളകി വരും. ആ ത്രെഡ് വെള്ളത്തിൽ കൊന്നിരിക്കുന്നത് കൊണ്ട് അത് എളുപ്പത്തിൽ ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആ സമയത്ത് തന്നെ ഇളക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ കുറേ കാലം ഏകദേശം ഒരു 6-7 മാസത്തോളമായി ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിലിപ്പോൾ ടോപ്പിലെ കാസ്റ്റ് ആൻഡ് പീസാണ് ഇളകി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിൽ പുതിയ ഇമ്പല്ലർ ഇട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലെയും ബോട്ടത്തിലെയും പീസ് ഇളക്കി എടുത്താൽ മാത്രമേ ഹൈറ്റ് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇമ്പല്ലർ. അപ്പോൾ അതിന് മോട്ടറും കൂടെ വേണം. മോട്ടറിൽ ബോട്ടത്തിലെ കാസ്റ്റ് ആൻഡ് പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇമ്പല്ലർ ഓരോന്നോരോന്നായിട്ട് അടുക്കുന്നത്. കാരണം കറക്റ്റ് ആ ഗ്യാപ്പ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ബോട്ടത്തിലെ ഇമ്പല്ലർ ചൂടായിട്ട് ഉരുകിപ്പോവും. അപ്പോൾ അത് ഇമ്പല്ലറും അതിൻ്റെ കവറും തമ്മിൽ പിടിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ക്ലിയറൻസ് വേണം. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോപ്പിലെയും ബോട്ടത്തിലെയും പീസ് സെപ്പറേറ്റ് ഇളക്കി എടുത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ടോപ്പിലെ പീസ് മാത്രമേ ഇളകി വന്നിട്ടുള്ളൂ. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ തൽക്കാലം റെഡിയാക്കുക. ഇതിലിപ്പോൾ ഇമ്പല്ലർ മാറ്റാനില്ല. ഇത് മണൽ കയറി ഇമ്പല്ലർ സ്റ്റക്കായതാണ്. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ റൗണ്ട് പീസ് എല്ലാ മോട്ടറിലും പമ്പ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു പീസാണ്. അപ്പോൾ ഇതിനകത്ത് സെൻറ്ററിലൊരു ബുഷുണ്ട്. ചിലതിൽ റബ്ബർ ബുഷ് വരും, ചിലതിൽ ബ്രാസ് ബുഷ് വരും. അപ്പോൾ അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ബ്രാസ് ബുഷ് വരുന്നതിൽ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ല പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയ ബുഷ് ഇട്ട് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇമ്പല്ലർ സൈഡ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഷാഫ്റ്റ് ഫ്രീ ആയിട്ട് പ്ലേ വരുമ്പോൾ ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കായിട്ട് ഇമ്പല്ലർ ഇമ്പല്ലർ സൈഡ് തേഞ്ഞ് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ബുഷ് പോയിട്ടുണ്ടെങ്കിൽ മാറ്റിയിടുന്നതാണ് നല്ലത്. ഇതിൽ റബ്ബർ ബുഷാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇമ്പല്ലർ ഇതുപോലെ ഇളക്കുമ്പോൾ ഓരോ ഇമ്പല്ലറിൻ്റെ ഇടയിൽ ചിലതിൽ വാഷർ ഇട്ടിരിക്കും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വാഷറും നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് നോക്കി ഓരോന്നോരോന്നായിട്ട് ഹൈറ്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇതിൽ താഴേറ്റത്തും കുറച്ച് വാഷർ ഇട്ടിട്ടുണ്ട്. അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ടതാണ്. അപ്പോൾ തിരികെ സെറ്റിംഗ് കാണിക്കാം. അപ്പോൾ ഈ ഷാഫ്റ്റിൽ ഈ റാഡിൽ ബെൻഡ് വന്നാലും പ്രശ്നമാണ്. ഇമ്പല്ലർ സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ബെൻഡില്ല. ഈ ഷാഫ്റ്റ് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലിപ്പോൾ മോട്ടറിൻ്റെ ടോപ്പിൽ പമ്പ് സൈഡ് വരുന്ന ബോട്ടത്തിലെ കാസ്റ്റ് ആൻഡ് പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഇമ്പല്ലർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഷാഫ്റ്റ് കറക്റ്റ് നമ്മൾ കീ ഇട്ടിട്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റ് ഹൈറ്റ് താഴേക്ക് ഇറങ്ങാനുള്ള അത്രയും തന്നെ താഴേക്ക് ഇറക്കി വയ്ക്കണം. എങ്കിലേ ഹൈറ്റ് കറക്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പമ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇമ്പല്ലർ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് താഴേക്ക് എത്രത്തോളം ഇറങ്ങണോ അത്രയും ദൂരം
താഴേക്ക് തട്ടി ഇറക്കി വെക്കണം. ഇറക്കി വെച്ചതിന് ശേഷമാണ് ഇമ്പല്ലർ സെറ്റ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ഈ മോഡലിലെ ഏത് പമ്പ് പൊളിച്ച് നോക്കിയിരുന്നാലും ഏറ്റവും അടിയറ്റത്ത് ഒരു ഇമ്പല്ലർ ഇട്ടിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തായിരിക്കും ഇതുപോലൊരു കവർ എടുത്തിരുന്നത്. പക്ഷേ ഇതിൽ ഈ ഷാഫ്റ്റ് കുറച്ച് ഹൈറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട്, ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് ഇമ്പല്ലർ ഇടാനായിട്ട് സാധിക്കില്ല. കാരണം ഇമ്പല്ലർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കവർ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു കവറിട്ടതിന് ശേഷം അതിൻ്റെ പുറത്താണ് ഇനി അടുത്ത ഇമ്പല്ലർ ഇടുന്നത്. അപ്പോൾ ഇമ്പല്ലർ ഇടുമ്പോൾ നമുക്ക് ഇമ്പല്ലറിൻ്റെ അടിഭാഗം ഈ കവറിൻ്റെ ടോപ്പുമായിട്ട് പിടിക്കാൻ പാടില്ല. അതേസമയം ഓവർ ഗ്യാപ്പ് വരാനും പാടില്ല. ഓവർ ഗ്യാപ്പ് വന്നാൽ ഇതിൻ്റെ പുറത്ത് വരുന്ന കവറിൽ ഇമ്പല്ലർ പിടിക്കാം. ടോപ്പിൽ ഇതിൻ്റെ പുറത്തിരുന്ന കവറിൽ ഇമ്പല്ലർ പിടിക്കാൻ പാടില്ല. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള കവറിലും ഇമ്പല്ലർ പിടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ക്ലിയറൻസിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എത്രത്തോളം വാഷർ ഇടണമോ അത് ഇട്ടിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും ഇടയിൽ ഓരോ വാഷർ ഇടേണ്ടി വരില്ല. അപ്പോൾ അത് ഹൈറ്റ് നമുക്ക് വ്യത്യാസം തോന്നുന്ന സ്ഥലത്ത് മാത്രം വാഷർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഓരോ സെറ്റ് ഇമ്പല്ലർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വരുന്ന കവറും കൂടെ ഇട്ടിട്ട് ആ കവറിനെ താഴേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ ഷാഫ്റ്റിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ എത്രത്തോളം പ്ലേ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ പ്ലേ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇമ്പല്ലർ പിടിക്കാൻ സാധ്യതയുണ്ട്. ഷാഫ്റ്റിനെ മുകളിലേക്കും താഴേക്കും അനക്കുമ്പോൾ ഒരു ലൈറ്റായിട്ട് മുകളിലേക്കും താഴേക്കും ഒരു പ്ലേ ഉണ്ടാവണം. അപ്പോൾ പ്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഈ ഇമ്പല്ലർ ഇതിൻ്റെ പുറത്തിട്ട കവറിൽ ടൈറ്റായിട്ടിരിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാവാതിരിക്കാനായിട്ട് ആ പ്ലേ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ കറക്റ്റായിട്ട് മുകളിലേക്കും താഴേക്കും ഒരു പ്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിലിടുന്ന ഇമ്പല്ലർ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തിടുന്ന കവറിൽ ഇമ്പല്ലർ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പിടിച്ചാലും ഇമ്പല്ലർ ടൈറ്റ് ആവും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇതിൽ സെറ്റ് ചെയ്യേണ്ട ഇമ്പല്ലർ കംപ്ലീറ്റും സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് വരുന്ന പൈപ്പും കൂടെ അതേ അവസ്ഥയിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടോപ്പ് കവർ സെറ്റ് ചെയ്യുന്നതിന് മോട്ടറിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് ടൈറ്റ് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ടോപ്പിലെ കാസ്റ്റേൺ പീസ് സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇമ്പല്ലറിൻ്റെ ഔട്ടർ കവർ ഫുള്ള് ടൈറ്റ് ആവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ടൈറ്റ് ആവാതിരുന്ന് കഴിഞ്ഞാൽ മോട്ടർ കറങ്ങുന്ന സമയത്ത് ഇമ്പല്ലർ മാത്രം കറങ്ങേണ്ടതിന് പകരം അതിൻ്റെ ഇമ്പല്ലറിൻ്റെ പുറത്ത് വരുന്ന കവറും കൂടെ ചേർന്ന് കറങ്ങും. അങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് താഴേക്ക് ടൈറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് അതിന് എക്സ്ട്രാ വാഷർ എന്തെങ്കിലും ഇടണമെങ്കിൽ വാഷർ ഇടണം. അപ്പോൾ ഇതിൽ ഹൈറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഇമ്പല്ലറിൻ്റെ പീസാണ് ഇതുപോലെ കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നാലും അത് ആ ഇമ്പല്ലറിൻ്റെ കവർ കറക്റ്റായിട്ട് താഴേക്ക് ടൈറ്റ് ആവണം. ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കില്ല. ഇതിനകത്ത് വരുന്നത് പ്ലാസ്റ്റിക് ഇമ്പല്ലർ ആയതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാതെ പമ്പിനകത്ത് വെള്ളം ഇല്ലാതെ മോട്ടർ ചെക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഇതിൻ്റെ സെക്ഷൻ സൈഡിലേക്ക് വെള്ളം വന്നതിന് ശേഷം മാത്രമേ മോട്ടർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.